Everyone, welcome back to my classroom. Today's topic is Emerson's efficiency plan. It is one of the another important incentive scheme. This plan was introduced by Mr. Hamilton Emerson. Under this plan of incentive wage, the wages are paid at the standard rate. The amount of bonus paid to the workers depend upon their efficiency. The efficiency of a worker is determined in the ratio of actual time taken by the worker with the standard time of the worker. If a worker produces less than this standard, no bonus should be paid to him. The bonus is calculated on the following basis. Bonus must be 20% of a daily wage if the efficiency exceeds 100%. If the efficiency exceeds by 10% over 100%, bonus will be 20% plus 10%. That means 30%. Emerson's efficiency പ്ലാനിൽ ടൈം വേജ് പ്രകാരമാണ് വർക്കേഴ്സിന് ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ ടൈമാണ് അവർ എടുത്തിട്ടുള്ളതെങ്കിൽ അവർക്ക് ബോണസ് 20% കിട്ടും. ദറ്റ് ഈസ് അവരുടെ എഫിഷ്യൻസി സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്ത് എബോവ് 100% ആണെങ്കിൽ 20% ബോണസ് ടൈം വേജിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടായിട്ട് കമ്പയർ ചെയ്ത് എഫിഷ്യൻസി മെഷർ ചെയ്യും. എഫിഷ്യൻസി എബോവ് 100% കാണിക്കുകയാണെങ്കിൽ 20% ബോണസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ 100%-ൽ കൂടുതൽ എഫിഷ്യൻസി കാണിക്കുകയാണെങ്കിൽ ഓരോ 1% ബോണസ് അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് the rate of bonus will be 40% at 120% efficiency level. അതായത് 120% എഫിഷ്യൻസി ലെവൽ എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് 100%-ന് 20% ബോണസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഓരോ 1%-നും ഇൻ അഡീഷൻ ടു 100-നേക്കാൾ കൂടുതൽ എത്രയാണോ ഉള്ളത് 20% ആണല്ലോ. ആ ഓരോ 20% വരുന്ന ഓരോ പെർസെൻറ്റേജിനും അത്രയും പെർസെൻറ്റേജ് ബോണസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 20% വീണ്ടും ഒരു ബോണസ് കൊടുക്കണം. അപ്പോൾ 100% വരെ ഒരു ബോണസ് പ്ലസ് 20% ബോണസ് കൊടുക്കണം. അങ്ങനെ 40% ബോണസ് കൊടുക്കും. അതേപോലെ 130% ആണെങ്കിൽ 100 വരെ 20%, ദെൻ ബാക്കിയുള്ള 30%. അപ്പോൾ 100-ലുള്ള 20-യും 30. അപ്പോൾ 20 + 30 മീൻസ് 50% ബോണസ് കൊടുക്കും. ഓക്കെ, ദെൻ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്. എമേഴ്സൺസ് പ്ലാനിൻ്റെ മെറിറ്റ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളാണ്, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്കേഴ്സിന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, കാൽക്കുലേഷൻസ് മനസ്സിലാവുകയും ചെയ്യും. ഇവിടെ മിനിമം ഗ്യാരണ്ടീഡ് വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു മോട്ടിവേഷനാണ്. ബോണസ് ഇങ്ങനെ അഡീഷണൽ ഓരോ 1%-നും 1% ബോണസ് കൊടുക്കുമ്പോൾ വർക്കേഴ്സിന് അതൊരു മോട്ടിവേഷനാണ്. അതേപോലെ ജോബ് ടേൺ ഓവറൊക്കെ കുറയ്ക്കാൻ, ജോബ് വിട്ടു പോകുന്ന ജോബ് ഒഴിവാക്കി ഫ്രീക്വൻ്റായിട്ട് ജോബ് ഒഴിവാക്കി പോകുന്ന കേസസൊക്കെ കുറയ്ക്കാനായിട്ടും സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ എഫിഷ്യൻറ്റ് വർക്കേഴ്സിനും ഇതത്ര താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല ഇതിൻ്റെ സെപ്പറേറ്റ് റെക്കോർഡ്സുകൾ ഓരോ വർക്കേഴ്സിനും ബോണസ് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേഷൻസ് വെച്ചിട്ടുള്ള റെക്കോർഡ്സൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കായിട്ട് ഇപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയാം. ദെൻ പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ബേസിലാണ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. എഫിഷ്യൻസി മെഷർ ചെയ്യാൻ ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100. ആക്ച്വൽ എത്രയാണോ അതിൽ പ്രൊഡ്യൂസ് ചെയ്തത് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100. അങ്ങനെ എത്ര ഔട്ട്പുട്ട് ബേസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എഫിഷ്യൻസി കാണും. ഇനി സ്റ്റാൻഡേർഡ് ടൈമാണ് ഡിറ്റർമിൻ ചെയ്തിട്ടില്ലെങ്കിലോ ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം. അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. നേരെ റിവേഴ്സാണ് വരിക. സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു 100. പിന്നെ സ്റ്റാൻഡേർഡ് ടൈം അറ്റൈൻ ചെയ്യുന്നതിൻ്റെ മുന്നേ എത്തുമ്പോഴാണ് സ്റ്റാൻഡേർഡ് അതിനേക്കാൾ കുറഞ്ഞ ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫിഷ്യൻസി കൂടുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു 100. ദെൻ എമേഴ്സൺ പ്ലാനിനെ എമേഴ്സൺസ് എംപെരിക്കൽ പ്ലാൻ കൂടെ വിളിക്കാറുണ്ട്. എമേഴ്സൺ പ്ലാനിനെ എമേഴ്സൺ എംപെരിക്കൽ പ്ലാൻ കൂടെ വിളിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. From the following data, calculate wages under Emerson's efficiency plan. Standard time 60 hours. Time taken 50 hours. Hourly rate 2. ഒരു വർക്കർ സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് ഫേം ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് 60 ഹവേഴ്സാണ്. ആ ഒരു വർക്കർ അയാളുടെ ജോബ് കംപ്ലീറ്റ് ചെയ്തത് 50 ഹവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്തു. ഒരു ഹവറിന് 2 രൂപയാണ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, സൊല്യൂഷൻ.
എഫിഷ്യൻസി നമുക്ക് മെഷർ ചെയ്യണം. ഇവിടെ സ്റ്റാൻഡേർഡ് ടൈം ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ദറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു 100. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ്? 60 hours ആണ് അല്ലേ? 60 hours ഡിവൈഡഡ് ബൈ 50 hours ആണ് അതിൽ ശരിക്കും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു 100. ദാറ്റ് മീൻസ് 120% ആണ് അതിൻ്റെ ലെവൽ ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അറ്റ് 100% എഫിഷ്യൻസി ദ ബോണസ് ഈസ് 20% അല്ലേ? നമുക്കറിയാം 100% അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ബോണസ് എത്ര കൊടുക്കണം? 20% കൊടുക്കണം. ദെൻ അഡീഷണൽ ബോണസ് ഓരോ 1%-നും 1% ബോണസ് പ്രൊവൈഡ് ചെയ്യണ്ടേ? അപ്പോൾ എക്സസ് ആയി വരുന്ന ആ 20%-ന് വീണ്ടും ഒരു 20% ബോണസ് കൊടുക്കണം. അപ്പോൾ എത്രയാണ് ടോട്ടൽ ബോണസ് വരിക? 100-നുള്ള ഒരു 20 വരും, പിന്നെ അഡീഷണൽ 20%-ന് 20% വരും. അങ്ങനെ 40% ബോണസ് കൊടുക്കണം. ഓക്കെ, ഇനി ടൈം റേറ്റിൻ്റെ മുകളിലാണ് കൊടുക്കുക, ടൈം വേജിൻ്റെ മുകളിലാണ്. ദറ്റ് ഈസ് ടൈം വേജ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എത്ര അവേഴ്സാണോ അയാൾ വർക്ക് ചെയ്തത്? 50 hours അല്ലേ? 50 hours, ഒരു മണിക്കൂറിന് 2 രൂപയാണ്. അപ്പോൾ 50 × 2 അങ്ങനെ 100 rupees-ആണ് ടൈം വേജ് വരുന്നത്. ഈ ടൈം വേജിൻ്റെ 40% ബോണസും കൂടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ 50 × 2 100 കിട്ടി. അതിൻ്റെ 40% എന്ന് പറയുമ്പോൾ 100-ൻ്റെ 40% 40 തന്നെയാണ് വരിക. 40, ദറ്റ് മീൻസ് 140 ആണ് അയാൾക്ക് കൊടുക്കേണ്ട ടോട്ടൽ വേജസ്. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.